എല്ലാവർക്കും പേടാമാസ് ഹോംലി കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ബീഫാണ്. ബീഫ് നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കൂലേ, അങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ മിനിയാവുന്നാൾ വാങ്ങിച്ചാണ്. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കിനിയിപ്പോൾ എല്ലാം ഇട്ട വേവിച്ചിരിക്കണം കേട്ടോ. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൊഴിയൊക്കെ കേട്ടോ. സവാളയ്ക്കകത്ത് ഇതിനുള്ള ഉപ്പിട്ട് കൊടുത്തിറങ്ങി പെട്ടെന്ന് മുരിയും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉപ്പിട്ട് വേവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ആ സാഹസത്തിന് മുതിരുന്നില്ല കേട്ടോ. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഇടാം. ആ സവോള ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. സവോള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. എല്ലാ സാധനങ്ങളും ഇട്ട് വേവിച്ചിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇതാ ഒരു സ്വല്പം മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും ഇട്ടാൽ മതി. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടില്ലായിരുന്നു. കുറച്ച് മല്ലിപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് കുറച്ചുകൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിക്ക് ഇത്ര സാധനങ്ങളായില്ലേ. എല്ലായി ഗരം മസാല ഒഴിച്ച് ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഗരം മസാല കൂടുതൽ ഇട്ടെങ്കിൽ അതിൻ്റെ കഴിട്ട് പോയി. നമുക്ക് അത് ചെയ്യണ്ട. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ബീഫ് വെള്ളത്തേപ്പടിയാണ് ഇരിക്കുന്നത്. ഈ വെള്ളം കംപ്ലീറ്റ് നമുക്ക് വറ്റിച്ച് വരട്ടിയെടുക്കണത്. അവിടെ തന്നെ ശരിയാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കട്ടെ. ഞാനങ്ങനെ തക്കാളി ഇടാറില്ല കേട്ടോ ഇറച്ചിക്കറിക്കകത്ത്. ചിക്കനകത്ത് മാത്രം തോന്നിയാലിടുള്ളൂ. എനിക്കിഷ്ടമില്ല അങ്ങനെ തക്കാളി ഇടാൻ. ആ ഒരു പുളി മിക്കവരും തക്കാളി ഇടും. തക്കാളി ഇടുന്നത് ടേസ്റ്റാണ്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിടാറില്ല. അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിരുന്നില്ല. അപ്പോൾ ഞാനെന്തപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രെഡ് ചിലവാകട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ തിങ്കളാഴ്ച പോകുമല്ലോ. അപ്പോൾ ഇനി ബ്രെഡൊക്കെ ഇട്ടിരുന്നാൽ പൂത്ത് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ബ്രെഡും നമുക്ക് ഈ ബീഫും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മിച്ചം ഉച്ചയ്ക്കത്തേക്ക് നാളത്തേക്കും കൂടെ ഉണ്ടാവുന്നത്. പിന്നെ ഞാനിപ്പോൾ കുക്കറിനകത്തൊരു പരിപ്പും ചേനയും കായും കൂടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്തിരിക്കുകയാണത്. അപ്പോൾ അതൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അത് നമുക്ക് ഉള്ളിയും മുളക് ഇടിച്ചിട്ട് നമ്മൾ താളിച്ചെടുക്കൂലേ, അങ്ങനത്തെ കറി അതുണ്ടാക്കണം. നാടൻ കറികളാണ് ഞാൻ വെക്കുന്നതെല്ലാം കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും വെക്കാൻ എളുപ്പത്തിലുള്ള കറികളൊക്കെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് നോക്ക്. പാചകം ആദ്യമായിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ വേറെന്താ, പിന്നെ അങ്ങനെ സുഖമായിട്ട് പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എനിക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. ഞാൻ അന്നത്തെ വീഴ്ചയിൽ ഈ കണ്ണിൻ്റെ താഴത്ത് കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഇതേവരെ ഉണങ്ങിയിട്ടില്ല. അത് കുറച്ച് താമസം വരുന്ന കുറച്ച് കരിവാളിച്ച് കിടക്കുകയാണ് അവിടെ. അത് കുറച്ച് താമസം വരും. കണ്ണട ആണെങ്കിലും പുതിയ കണ്ണട വാങ്ങിച്ചിട്ട് അത് കണ്ണിനങ്ങ് സെറ്റാവണില്ല. അപ്പോൾ ഇന്ന് പുറത്ത് പോകുമ്പോഴത്തേക്കും കണ്ണട വാങ്ങിച്ച് ഒന്ന് ശരിയാക്കണം. പിന്നെ എൻ്റെ ചെറിയ മോൾക്ക് ഇടിയിറച്ചി വേണമെന്ന്. ഞാൻ ഈ മഴക്കാലത്ത് എങ്ങനെ ഇടിയിറച്ചി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ഞാനെന്ത് വിചാരിച്ചെന്നറിയാമോ, അത് ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ബീഫിനാണല്ലോ നമ്മൾ സാധാരണ ഇടിയിറച്ചി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ട് ചെറിയ പീസാക്കി കുക്കറിലിട്ട് വേവിക്കണം. ഭയങ്കരമായിട്ട് വെന്ത് പോകരുത്. എന്നാലോ നമ്മൾ കടിച്ചാൽ നമുക്ക് മുറിയണം. ആ രീതിയിൽ വേവിക്കുക. ഒരു 5-6 വിസിൽ കേൾപ്പിക്കുക. ഉപ്പിട്ട് വേറെ ഒന്നും ഇടണ്ട. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. വേവിച്ച് കഴിഞ്ഞിട്ട് അതിലെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് ഊറ്റിക്കളയുക. അതൊന്ന് ഡ്രൈ ആക്കി, അടപ്പത്തിട്ട് ഡ്രൈ ആക്കാനായിട്ടല്ല, അതിൻ്റെ വെള്ളം മാർന്നു പോകാനായിട്ട് ഒരു ഓട്ടപാത്രത്തിനകത്തേക്ക് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മളത്
മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കണം. അരച്ചിട്ടല്ല, പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിലേക്ക് ഡ്രയറിനകത്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചീനച്ചട്ടിക്കകത്ത് വെച്ച് വെള്ളം വലിച്ചെടുക്കുകയോ ചെയ്ത ശേഷം ഉള്ളി, മുളക്, കുരുമുളക്, കറിവേപ്പില എല്ലാ സാധനങ്ങളിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. എന്ത് ടേസ്റ്റാണെന്നറിയാമോ അതിന്? കഴിച്ച് നോക്കണം. കഴിച്ചിട്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 കിലോ ഒക്കെ വാങ്ങിച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക്, നല്ലതാണ് കേട്ടോ. ഞാനത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. മിക്കവാറും അത് ഞായറാഴ്ച ഉണ്ടാക്കുള്ളൂ. തിങ്കളാഴ്ചയിലെ ഞാൻ പോകുന്നു, ഞായറാഴ്ച ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇന്നോ നാളെയോ ഇറച്ചി വാങ്ങിക്കാൻ പോകണമെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ ഇറങ്ങണ്ടേ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അമ്മാമ്മയുടെ ഈ പറയണത് എപ്പോഴും ഞാൻ പറയുന്നതാണ് കാര്യങ്ങളൊക്കെ തന്നെ. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോകളൊന്നും ഇഷ്ടപ്പെടാത്തത്? ക്ലാരിറ്റി പോലെ, അതോ എൻ്റെ സൗണ്ട് കൊള്ളൂലേ, അത് ഞാൻ വെക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ കൂടി പറയുക. അപ്പോൾ എനിക്കതനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താമല്ലോ കേട്ടോ. അങ്ങനെ ചെയ്യണം കേട്ടോ. കണ്ടോ, ഇറച്ചി നല്ല വെള്ളം ഉണ്ടായിരുന്നില്ല, അതെല്ലാം വറ്റിച്ച് നല്ല കണ്ട കറുത്ത കളറിലായി. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറി പോലെയല്ലേ ഇരിക്കുന്നത്. ഇതേപോലെ വെക്കണം കേട്ടോ. കുറച്ച് ക്ഷമ വേണം നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ. അത് പതിയെ അവിടെ കിടന്നോട്ടെ, നേര് സിമ്മിലിട്ട് അവിടെ ഇട്ട് നമുക്ക് നമ്മുടെ പണിക്ക് പോവാം കേട്ടോ. അടുത്തത് നമ്മളുടെ ചേനയും കായും പരിപ്പും കൂടെ വെച്ചില്ലേ, അത് നമുക്ക് മെഴുക്ക് വരട്ടിയാക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അതൊന്ന് മൊരിയട്ടെ കേട്ടോ. ഉള്ളി മുളക് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ പരിപ്പൊക്കെ വേവിച്ച് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് കിടന്ന് വറ്റട്ടെ, ഉപ്പ് നോക്കട്ടെ എപ്പോഴേക്കും. ഉപ്പത് മതി. പിന്നീട് ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു എൻ്റെ കൈ പൊള്ളിയത്, ആവി അടിച്ച് പൊള്ളിയത് കണ്ടോ. പുട്ടി കിട്ടപ്പോഴത്തേക്കും പുട്ടിൻ്റെ എന്താ പറയുക, പുട്ടിടണ സാധനമില്ലേ, പുട്ടുകണ, അതെടുത്തപ്പോഴേക്കും ആവി അടിച്ച് കയ്യിലേക്ക് പൊള്ളി. ഈ അവസ്ഥയിലായി കൈ. അനങ്ങിയ പൊള്ളലാണ്. എനിക്ക് എപ്പോൾ നോക്കിയാലും പൊള്ളിക്കൊണ്ടേ ഇരിക്കും ശരീരം. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റിക്കാൻ വേണ്ടി ലാസ്റ്റ് സ്റ്റേജ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ കറികളുടെ ഫൈനൽ സ്റ്റേജ് കാണിച്ചിട്ടുണ്ട്. ഞാൻ അടപ്പിൻ്റെ പുറത്ത് തന്നെ വെച്ചാണ് കാണിക്കുന്നത്. കാണിച്ചു തരാവേ. ബീഫ് ഫ്രൈ, പിന്നെ പരിപ്പും കായും ചേനയും കൂടെ നമ്മൾ തളിച്ചെടുക്കൂലേ, ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട് അത്. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്കത്തെ കറി. പിന്നെ ഇന്നലത്തെ കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട്, പിന്നെ വേറെ എന്തോ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്, മറന്നുപോയി എന്താന്ന്. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് അത് മതി, കറികളെല്ലാം. അപ്പോൾ ബൈ. പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഹെൽപ്പ് ചെയ്യണേ അമ്മേ കേട്ടോ.